ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആൻഡ്രോയിഡ് കമ്മ്യൂണിക്കേഷൻ കമ്പോണൻസ്. കമ്മ്യൂണിക്കേഷൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ടു ടൈപ്സ് ഉണ്ട്, ഇൻറ്റൻറ്റ് ആൻഡ് ഇൻറ്റൻറ്റ് ഫിൽട്ടർ. വാട്ട് ഈസ് ഇൻറ്റൻറ്റ്? ആൻ ആൻഡ്രോയിഡ് ഇൻറ്റൻറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ഓപ്പറേഷൻ ടു ബി പെർഫോംഡ്. ആൻഡ്രോയിഡിനോട് എന്ത് ഓപ്പറേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്? ദ വേ ഓഫ് ടെല്ലിംഗ് ആൻഡ്രോയിഡ് വാട്ട് യു വാണ്ട് ടു ഡു. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ആൻഡ്രോയിഡിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇസ് എ മെസ്സേജ് ദാറ്റ് ഈസ് പാസ്ഡ് ബിറ്റ്വീൻ കമ്പോണൻസ് സച്ച് ആസ് ആക്ടിവിറ്റീസ്, സർവീസസ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് റിസീവർ. ഏത് ആക്ടിവിറ്റി ചെയ്യേണ്ടതെന്ന് നമ്മൾ ആക്ടിവിറ്റീസിനോട് പറയും, അതുപോലെ ഏത് സർവീസസാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള മെസ്സേജസ് ഈ ആക്ടിവിറ്റിക്കും സർവീസസിനും ബ്രോഡ്കാസ്റ്റ് റിസീവർക്കും പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻറ്റൻറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് സ്റ്റാർട്ട് ആക്ടിവിറ്റി ടു ലോഞ്ച് ആൻ ആക്ടിവിറ്റി. നമ്മളൊരു സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ആക്ടിവിറ്റി യൂസ് ചെയ്യുന്നത്. ബ്രോഡ്കാസ്റ്റ് ഇൻറ്റൻറ്റ് ടു സെൻഡ് ഇറ്റ് ടു എനി ഇൻട്രസ്റ്റഡ് ബ്രോഡ്കാസ്റ്റ് റിസീവർ കമ്പോണൻറ്റ്. ബ്രോഡ്കാസ്റ്റ് ഇൻറ്റൻറ്റ് കൊടുക്കുന്നത് ഏതെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രോഡ്കാസ്റ്റ് റിസീവറിലോട്ടേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ദെൻ സ്റ്റാർട്ട് സർവീസ്, ബൈൻഡ് സർവീസസ് എല്ലാം ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ബാക്ക്ഗ്രൗണ്ട് സർവീസസ്. നമ്മൾ സർവീസസ് ഒക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സ്റ്റാർട്ട് സർവീസ് ഉണ്ട്, ബൈൻഡ് സർവീസസ് ഉണ്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ട് സർവീസ് ഓഫ് ഇൻറ്റൻറ്റ്, ബൈൻഡ് സർവീസ് ഓഫ് ഇൻറ്റൻറ്റ്, സർവീസ് കണക്ഷൻ ഉണ്ട്. അതൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് സർവീസിന് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്, എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെന്ന് കൊടുക്കുന്ന ഓപ്പറേഷനാണ് നമ്മൾ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, assume that you have an activity that need to launch an email client and send an email using Android device. ഇവിടെ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാനുള്ളത്, ഒരു ഇമെയിൽ ലോഞ്ച് ചെയ്യണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് സെൻഡ് an email by using your Android device. For this purpose, your activity would send action send along with the appropriate chooser to the Android intent resolve. നമ്മൾ ഇവിടെ ചെയ്യുന്നത്, നമ്മൾ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ആക്ഷൻ സെൻഡ് ആണ്. The specified chooser give the proper interface for the user to pick how to send your email data. നമുക്കൊരു സ്പെസിഫൈഡ് ചൂസർ ഒരു ഇൻ്റർഫേസ് തരുന്നു, ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചൂസർ നമുക്ക് തരുന്നത്, ജിമെയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ചൂസർ തരും. അപ്പം ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡിൻ്റെ അടുത്ത് നമ്മൾ പറയുന്നത് വേ ഓഫ് ടെല്ലിംഗ് ആൻഡ്രോയിഡ് വാട്ട് യു വാണ്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടതെന്ന് ആൻഡ്രോയിഡിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. There are separate mechanism for delivering intent to each type of component. കുറേ മെക്കാനിസംസ് ഉണ്ട്. ഈ ഇൻറ്റൻറ്റ് ഓരോ കമ്പോണൻസ്, അതായത് നമുക്കറിയാം ആൻഡ്രോയിഡ് കമ്പോണൻസ് ഏതൊക്കെയാണ്, ഈ കമ്പോണൻസിലോട്ടേക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ മെസ്സേജസ് ആണ്, അതായത് നമ്മളെ കമ്പോണൻസ് ആണ് ആക്ടിവിറ്റി, സർവീസസ്, ബ്രോഡ്കാസ്റ്റ് റിസീവർ. ഇതിലോട്ടേക്ക് നമ്മൾ ഇൻറ്റൻറ്റ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ സ്റ്റാർട്ട് ആക്ടിവിറ്റി ആണ്. ദ ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ് ഈസ് പാസ്ഡ് ടു ദിസ് മെത്തേഡ് ടു ലോഞ്ച് എ ന്യൂ ആക്ടിവിറ്റി or get an existing activity to do something. ഇവിടെ ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബണ്ടിൽ ഓഫ് ഇൻഫർമേഷൻ ആണ്. ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുക, ഒരു ആക്ടിവിറ്റിയിലോട്ടേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുക, ഒരു ന്യൂ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക, അതിനാണ് സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ സ്റ്റാർട്ട് സർവീസ് എന്ന് പറയുന്നത് ദ ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ് ഈസ് പാസ്ഡ് ടു ദിസ് മെത്തേഡ് ടു ഇനീഷ്യേറ്റ് എ സർവീസ് ഓർ ഡെലിവർ എ ന്യൂ ഇൻസ്ട്രക്ഷൻ ടു എ ഓൺഗോയിങ് സർവീസസ്. ഒരു സർവീസസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓൺഗോയിങ് സർവീസസിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് സർവീസ് യൂസ് ചെയ്യുന്നത്. ദെൻ സെൻഡ് ബ്രോഡ്കാസ്റ്റ്, ദ ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ് ഈസ് പാസ്ഡ് ടു ദിസ് മെത്തേഡ് ടു ഡെലിവർ ദ മെസ്സേജ് ടു ഓൾ ഇൻട്രസ്റ്റഡ് ബ്രോഡ്കാസ്റ്റ് റിസീവർ. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരിലോട്ടേക്ക് മെസ്സേജസ് പാസ് ചെയ്യാം. ദെൻ എന്താണ് നമ്മളിപ്പോൾ ഇത്രയേറെ പറഞ്ഞു, ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ് നമ്മൾ പാസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ് കൊടുക്കും, അതുപോലെ ആക്ടിവിറ്റി സർവീസസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ് കൊടുക്കും. അപ്പോൾ എന്താണ് ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ്? ആൻ ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ് ഈസ് എ ബണ്ടിൽ ഓഫ് ഇൻഫർമേഷൻ which is used by the component that receives the intent as well as information used by the Android system. അതായത് നമുക്കൊരു ഇൻറ്റൻറ്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ബണ്ടിൽ ഓഫ് ഇൻഫർമേഷൻ ആണ്. നമുക്ക് കമ്പോണൻറ്റിലോട്ടേക്ക് ഒരു ഇൻറ്റൻറ്റ് പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ്. ആൻ ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ് ക്യാൻ കണ്ടെയ്ൻ ദ ഫോളോയിങ് കമ്പോണൻറ്റ്സ് ബേസ്ഡ് ഓൺ വാട്ട് ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ഓർ ഗോയിങ് ടു പെർഫോം. അതായത് ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ആ ബണ്ടിൽ ഓഫ് ഇൻഫർമേഷനകത്ത് എന്തൊക്കെ കമ്പോണൻസ് ഉള്ളതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വൺ ആക്ഷൻ. ദിസ് ഈസ് mandatory part of the intent object and is a string name the action to be performed.
or in the case of broadcast intent, the action that took place and is being reported. The action largely determines how the rest of the intent object is structured. The action in an intent object can be set by the set action and read by using get action. ഇവിടെ ഏറ്റവും മാൻഡറ്ററി ആയിട്ടുള്ള ഒരു പാർട്ടാണ്, ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റിനകത്ത് ഏറ്റവും മാൻഡറ്ററി ആയിട്ടുള്ള പാർട്ടാണ് ആക്ഷൻ. ഇതിനകത്ത് ഒരു സ്ട്രിങ് നെയിമാണ് കൊടുക്കുക. ഏത് ആക്ഷനാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ള സ്ട്രിങ് നെയിമിനെയാണ് നമ്മളിവിടെ ആക്ഷൻ എന്ന് പറയുന്നത്. നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റ് ആക്ഷൻ കൊടുക്കും, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെറ്റ് ആക്ഷൻ കൊടുക്കും. ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റിലെ പാർട്ടാണ് ഡാറ്റ. ആഡ് എ ഡാറ്റ സ്പെസിഫിക്കേഷൻ ടു ആൻ ഇൻറ്റൻറ്റ് ഫിൽറ്റർ. ഇൻറ്റൻറ്റ് ഫിൽറ്ററിലോട്ടേക്ക് നമ്മളൊരു ഡാറ്റ ആഡ് ചെയ്യുന്നതാണ്. മറ്റേതിൽ ആക്ഷൻ ആണ് പറഞ്ഞത്, ഇതിൽ ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ആക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റാസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. സ്പെസിഫിക്കേഷൻ ടു ആൻ ഇൻറ്റൻറ്റ് ഫിൽറ്റർ. എന്താണ് ഇൻറ്റൻറ്റ് ഫിൽറ്റർ എന്ന് നമുക്ക് പറയാം. ദെൻ കാറ്റഗറി. Category is an optional part of intent object and its string contain additional information about kind of component that should handle the intent. അതായത് കാറ്റഗറി എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ പാർട്ടാണ്. നമുക്ക് എന്ത് കൈൻഡ് ഓഫ് കമ്പോണൻസ് ആണ് ഉള്ളത് ഹാൻഡിൽ ചെയ്യുന്നത്, ഇൻറ്റൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളതാണ് കാറ്റഗറിയിൽ കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് ആഡ് കാറ്റഗറി ഉണ്ട്. മെത്തേഡ് പ്ലേസ് എ കാറ്റഗറി ഇൻ ആൻ ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ്. ഒരു മെത്തേഡാണ് ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റിൽ മെത്തേഡ് പ്ലേസ് കാറ്റഗറി ഇൻ ആൻ ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ്. എന്ത് മെത്തേഡാണ് ഇൻറ്റൻറ്റ് ഒബ്ജക്റ്റ് കൊടുത്തിരിക്കുന്നത്? റിമൂവ് കാറ്റഗറി ഉണ്ട്. ഡിലീറ്റ് എ കാറ്റഗറി പ്രീവിയസ്ലി ആഡ്. നമ്മൾ മുന്നേ ആഡ് ചെയ്ത ഒരു കാറ്റഗറീനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഗെറ്റ് കാറ്റഗറി. ഗെറ്റ് ദ സെറ്റ് ഓഫ് ഓൾ കാറ്റഗറീസ് കറൻ്റ്ലി ഇൻ ഒബ്ജക്റ്റ്. കറൻ്റ്ലി ഉള്ളത് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് കൊടുക്കുന്നത്, ഗെറ്റ് കാറ്റഗറി കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാറ്റഗറീസ് ആണ്. കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷണൽ പാർട്ടാണ്, നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ടൈപ്സ് ഓഫ് ഇൻറ്റൻറ്റ്. 2 types ഓഫ് ഇൻറ്റൻറ്റ് ആണ് നമുക്കുള്ളത്. എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റ്. നെക്സ്റ്റ് എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് എന്താണ്? use it to call a specific component when you know which component you want to launch and you do not want to give the user free control over which component to use. ഇവിടെ നമുക്കൊരു സ്പെസിഫിക് കമ്പോണൻറ്റിനെ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു വെൻ യു നോ വിച്ച് കമ്പോണൻറ്റ് യു വാണ്ട് ടു ലോഞ്ച്, നമുക്ക് അറിയാൻ പറ്റും ഏതാണ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മളൊരു മെയിലിനകത്ത് കയറിയിട്ട് മെയിൽ സെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ആക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ജിമെയിലിൽ കമ്പോസ് എടുക്കുക, ദെൻ സെൻഡ് കൊടുക്കുക. അപ്പോൾ അതാണ് നമുക്ക് അവിടെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. യൂസറിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല ഏത് ത്രൂ മെസ്സേജ് പാസ് ചെയ്യണം എന്നുള്ള കാര്യം. യൂസർ എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജ് സെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം. യൂസർ ആ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ, അതായത് ഒരു ആക്ഷൻ നടന്നതിന് അടുത്തത് ഇന്ന ആക്ഷൻ ആണ് ചെയ്യേണ്ടത് നമുക്കറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, യു ഹാവ് എൻ ആപ്ലിക്കേഷൻ ദാറ്റ് ഹാവ് 2 ആക്ടിവിറ്റീസ്, ആക്ടിവിറ്റി എ ആൻഡ് ബി. You want to launch activity B from activity A. In this case, you define an explicit intent targeting activity B and then use it by directly calling it. ഇവിടെ നമുക്ക് ഈസിലി അറിയാൻ പറ്റും ഏതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാം, അടുത്ത ആക്ടിവിറ്റി എന്താണ് നടക്കാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ, അതായത് ആക്ടിവിറ്റി എ എന്ന് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റിൽ പോകുന്നത് ആക്ടിവിറ്റി ബി ആണ്. അപ്പോൾ നമുക്കത് ഡയറക്റ്റ്ലി നോ എന്താണ് ഇനി നടക്കാൻ പോകുന്ന ആക്ടിവിറ്റി എന്നുള്ളത്. അപ്പോൾ അതിനാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. The next one, implicit intent ആണ്. Used when you have an idea of what you want to do but you do not know which component should be launched, or if you want to give the user an option to choose between list of components to use. ഇപ്പോൾ നമുക്ക് ഐഡിയ ഉണ്ട് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. നമുക്ക് അതിനുള്ള ലോഞ്ച് ചെയ്യേണ്ട കമ്പോണൻറ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം നമുക്കൊരു മെസ്സേജ് സെൻഡ് ചെയ്യണം. മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. വയ ബ്ലൂടൂത്ത്, വയ ജിമെയിൽ, വയ വാട്സപ്പ്, വയ ഫേസ്ബുക്ക്, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാം ഏത് കൂടെ സെൻഡ് ചെയ്യണം എന്നുള്ളത്. If thus intent are sent to Android system, it search for all components which are registered for the specific action and the data type. If only one component is found, Android start the component directly. ചൂസ് ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം, ദെൻ ആ കമ്പോണൻസിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, യു ഹാവ് എൻ ആപ്ലിക്കേഷൻ ദാറ്റ് വിൽ സെൻഡ് എൻ ഇമേജ്. നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇമേജ് സെൻഡ് ചെയ്യാനുള്ള. ഇമേജ് ക്യാൻ സെൻഡ് വയ Gmail, WhatsApp, Bluetooth, etc. If the application defines it as an implicit intent, it will provide a list of possible options to the user. ഇങ്ങനെയാണ് നമുക്ക് ചൂസ് ചെയ്ത്, ഇത് എല്ലാവരും മൊബൈലിൽ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ചൂസിങ് ഓപ്ഷൻ വരുന്നത്. മെസ്സേജിങ്
ത്രൂ ജിമെയിൽ, ട്വിറ്റർ, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ഓപ്ഷൻസ് വരും. ഇനി എന്താണ് ഇൻറ്റൻറ്റ് ഫിൽറ്റർ? കമ്മ്യൂണിക്കേഷൻ കമ്പോണൻറ്റിലെ വേറൊരു ഇതാണ് ഇൻറ്റൻറ്റ് ഫിൽറ്റർ. നമ്മൾ ഇൻറ്റൻറ്റ് പഠിച്ചു. നെക്സ്റ്റ് ഇൻറ്റൻറ്റ് ഫിൽറ്റർ ആണ്. ഇഫ് ആൻ ഇൻറ്റൻറ്റ് ഈസ് സെൻഡ് ടു ആൻഡ്രോയിഡ് സിസ്റ്റം ഇറ്റ് വിൽ ഡിറ്റർമൈൻ സ്യൂട്ടബിൾ ആപ്ലിക്കേഷൻ ഫോർ ദിസ്. അതായത് നമ്മൾ ഇംപ്ലിസിറ്റ് പറഞ്ഞു, ആ ഇംപ്ലിസിറ്റിൻ്റെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ സെൻഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷനെ നമുക്ക് ചൂസ് ചെയ്യാം. ഇഫ് സെവറൽ കമ്പോണൻറ്റ് ഹാവ് ബീൻ രജിസ്റ്റർഡ് ഫോർ ദീസ് ടൈപ്സ് ഓഫ് ഇൻറ്റൻറ്റ്, ആൻഡ്രോയിഡ് ഓഫേഴ്സ് ദ യൂസർ ദ ചോയ്സ് ടു ഓപ്പൺ വൺ ഓഫ് ദം. ഇപ്പം നമുക്കൊരു ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ ഈ ആൻഡ്രോയിഡിന് പല ചോയ്സസ് ഉണ്ട് സെൻഡ് ചെയ്യേണ്ട. അപ്പോൾ നമ്മളോടത്ത് അത് സെലക്ട് ചെയ്യാൻ പറയും. ദിസ് ഡിറ്റർമൈൻ ഈസ് ബേസ്ഡ് ഓൺ ഇൻറ്റൻറ്റ് ഫിൽറ്റർ. നമുക്ക് അതിൻ്റെ അകത്തുനിന്ന്, അതായത് മെസ്സേജിങ്ങിന് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ഇൻറ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം ഏത് കൂടെ മെസ്സേജ് പാസ് ചെയ്യണമെന്നുള്ളത്. An intent filter specify the types of intent that an activity, service, broadcast receiver can respond to. An intent filter declares the capability of a component. ആ കമ്പോണൻറ്റിൻ്റെ capability ഡിക്ലെയർ ചെയ്യുന്നത് ഇൻറ്റൻറ്റ് ഫിൽറ്റർ ആണ്. ഇറ്റ് സ്പെസിഫൈ വാട്ട് ആൻ ആക്ടിവിറ്റി ഓർ സർവീസ് ഡു ആൻഡ് വാട്ട് ടൈപ്സ് ഓഫ് ബ്രോഡ്കാസ്റ്റ് റിസീവർ ക്യാൻ ഹാൻഡിൽ. ഇറ്റ് അലൗ ദ കറസ്പോണ്ടിങ് കമ്പോണൻറ്റ് ടു റിസീവ് ഇൻറ്റൻറ്റ് ഓഫ് ദ ഡിക്ലെയർഡ് ടൈപ്പ്. ഏത് ടൈപ്പ് ഓഫ് ബ്രോഡ്കാസ്റ്റ് ആണ്, ഏത് ടൈപ്പ് സർവീസസ് ആണ്, ഏത് ടൈപ്പ് ആക്ടിവിറ്റിയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് കറസ്പോണ്ടിങ് കമ്പോണൻറ്റ് കൊടുക്കും. ഇൻറ്റൻറ്റ് ഫിൽറ്റർ ആർ ടിപ്പിക്കലി ഡിഫൈൻഡ് ബൈ എ Android manifest.xml ഫയൽ. Android manifest.xml ഫയൽ ത്രൂ ആണ് ഇൻറ്റൻറ്റ് ഫിൽറ്റർ ഡിഫൈൻ ചെയ്യുന്നത്. ഇഫ് എ കമ്പോണൻറ്റ് ഡസ് നോട്ട് ഡിഫൈൻ എ ഇൻറ്റൻറ്റ് ഫിൽറ്റർ ഇറ്റ് ക്യാൻ ഓൺലി ബി കോൾഡ് ബൈ എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ്. നമ്മൾ ഇൻറ്റൻറ്റ് ഫിൽറ്റർ കൊടുത്തിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് ആൻ എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് ആണ്. സോ ഇൻറ്റൻറ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റിൻ്റെ സെയിം അതേ ടൈപ്പാണ്. ഓക്കെ, താങ്ക് യു.